ഗൈസ് എല്ലാവർക്കും ലൈവ് ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുന്ന നേരം കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സ്നാക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കോഴിമുട്ടയും അതുപോലെ തന്നെ നമ്മുടെ ന്യൂഡിൽസും ഉപയോഗിച്ചിട്ടാണ് നമ്മളെ സ്നാക്ക് ഉണ്ടാക്കുന്നത്. നമ്മളെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാൽ നമുക്ക് ആദ്യം നമ്മുടെ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ നമുക്ക് ന്യൂഡിൽസ് വേണം. പിന്നെ നമുക്ക് കുറച്ച് തക്കാളി വേണം. ഒരു തക്കാളി എടുത്തിട്ട് നമ്മളിത് അവിടെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസുള്ള ഉള്ളി ഫുള്ള് എടുത്തിട്ട് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 2 പച്ചമുളക് എടുത്ത് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ തന്നെ നമ്മുടെ ന്യൂഡിൽസിൻ്റെ കൂടെ കിട്ടുന്ന മസാല, വെളിച്ചെണ്ണ, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം. ഇത്ര സാധനങ്ങൾ മതി നമ്മുടെ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യം തന്നെ നമ്മുടെ കോഴിമുട്ട പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ടേ. നമ്മൾ എടുത്തിട്ടുള്ള 2 കോഴിമുട്ടയും പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഗൈസ്, നമ്മുടെ കോഴിമുട്ട പൊട്ടിച്ചിട്ടതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉള്ളി, അതിൽ മുഴുവൻ ഉള്ളി ചേർക്കുന്നില്ല, കുറച്ച്, നമ്മളെല്ലാം കുറച്ച് വെച്ചാണ് ചേർക്കുന്നത്. കുറച്ച് ഉള്ളി, അതുപോലെ തന്നെ കുറച്ച് തക്കാളി, അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ നമ്മളെ മല്ലിച്ചപ്പും പുതിനയും കൂടി ഉള്ളത് കുറച്ച്. ഇത്രയും സാധനങ്ങൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്നാദ്യം നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ സ്നാക്സ് ഉണ്ടാക്കുന്നതിന് ആദ്യം ചെയ്യേണ്ട പരിപാടി ഇതാണ്. ഇതെല്ലാം കൂടി നല്ല അടിപൊളിയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നമ്മുടെ 2 കോഴിമുട്ടയും അതുപോലെ തന്നെ നമ്മുടെ വെജിറ്റബിൾസും എല്ലാം കൂടി മിക്സ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക് പോകാം. അതിനുശേഷം നമ്മൾ മറ്റൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ നമ്മുടെ മാഗിയൊക്കെ ഉണ്ടാക്കുന്ന മാതിരി തന്നെ നമ്മുടെ ന്യൂഡിൽസ് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ അടുത്ത പരിപാടി അതാണ്. നമ്മൾ ആദ്യം തന്നെ വെള്ളത്തിലേക്ക് നമ്മുടെ ന്യൂഡിൽസിൻ്റെ മസാല ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ന്യൂഡിൽസ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളെ ന്യൂഡിൽസ് മുഴുവനായിട്ട് അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ ന്യൂഡിൽസ് ഉണ്ടാക്കുന്ന കാര്യമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വീഡിയോയിൽ അത് മുഴുവനായിട്ടൊന്നും കാണിക്കുന്നില്ല. നിങ്ങളൊന്ന് അതേപോലെ ചെയ്താൽ മതി. ബാക്കി നമുക്കിത് മുഴുവൻ കഴിഞ്ഞതിന് ശേഷം നോക്കാം. അതിനിടയ്ക്കൊരു കാര്യം പറയട്ടെ, നമ്മുടെ ചാനലിൽ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും ആരും മറക്കരുതേ. ഓക്കെ, ഇനി നമുക്ക് ന്യൂഡിൽസ് മുഴുവൻ ഒന്ന് വെന്ത് സെറ്റാവട്ടെ. എന്നിട്ട് ബാക്കി നമ്മുടെ ന്യൂഡിൽസ് ഇത് അടുപ്പത്ത് കിടന്ന് സെറ്റായിക്കൊണ്ടിരിക്കുന്നത്. ഈ വെള്ളം കൂടി ഒന്ന് വറ്റി വരട്ടെ, അപ്പോഴത്തേക്ക് പൂർണ്ണമായിട്ട് വെന്ത് കിട്ടും. നമുക്ക് വെയിറ്റ് ചെയ്യാവേ. അപ്പോൾ ഗൈസ്, നമ്മുടെ ന്യൂഡിൽസ് ഇതാ നല്ല അടിപൊളിയായി വെന്ത് സെറ്റായിട്ടുണ്ട്. നമുക്കിനി ബാക്കി പരിപാടിയിലേക്ക്. അപ്പോൾ ഗൈസ്, നമ്മുടെ ന്യൂഡിൽസ് ഒക്കെ റെഡിയായി വെന്തതിന് ശേഷം നമ്മൾ മറ്റൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് എല്ലാ ഭാഗത്തേക്കും നമ്മൾ പാനിൽ ആക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നമ്മൾ പാൻ ഓൾറെഡി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ പെട്ടെന്ന് ചൂടായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ കോഴിമുട്ടയുടെ വെജിറ്റബിളും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക. നമ്മൾ സാധാരണ നമ്മുടെ കോഴിമുട്ട ഓംപ്ലേറ്റൊക്കെ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ് പരിപാടി. നമ്മൾ ആ രീതിയിൽ നമ്മൾ അടുപ്പത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഭാഗം ഒന്ന് വെന്ത് വരണം. എന്നിട്ടാണ് നമുക്ക് ബാക്കി പരിപാടി ചെയ്യാനുള്ളത്. നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതൊന്നും ഇവിടുന്ന് വേവട്ടെ. നമ്മുടെ ഓംപ്ലേറ്റ് തന്നെ പറയാമല്ലോ അല്ലേ. ഓംപ്ലേറ്റിൻ്റെ മേലേക്ക് നമ്മൾ നമ്മുടെ മാഗിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മല്ലിച്ചപ്പ്, പുതിന, അതുപോലെ തന്നെ ബാക്കിയുള്ള നമ്മളെ ഉള്ളി, തക്കാളി എല്ലാം ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാ സാധനങ്ങളും ഇതിൻ്റെ മേലെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ഭാഗത്തും ആകുന്ന വിധത്തിൽ നമ്മൾ അത്യാവശ്യം നല്ലോണം തന്നെ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്നുകൂടെ ഒന്ന് ചൂടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ശ്രദ്ധിക്കണം, അടിയിലുള്ള കോഴിമുട്ട കൂടുതലായിട്ട് കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അധിക നേരം ഒന്നും വെക്കണ്ട, കുറഞ്ഞ സമയം വെച്ചാൽ മതി. നമ്മുടെ ഐറ്റം ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫുള്ള് നമ്മുടെ പച്ചക്കറി എല്ലാം ചേർത്ത് കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വേവും. ഇതിനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് അത് നേരെ ഓപ്പോസിറ്റായിട്ട് തിരിച്ച് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് ഇനി ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിത് വീണ്ടും ചെറിയ പീസുകളായിട്ട് നല്ല പോലെ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈവനിങ് ഒക്കെ നമ്മുടെ സ്നാക്സിൻ്റെ കൂടെയും
അതുപോലെ തന്നെ നമ്മുടെ പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ചായയുടെ കൂടിയൊക്കെ കൊടുക്കാൻ പറ്റുന്ന അവർക്ക് ഇഷ്ടമാവുന്ന ഒരു വിഭവമാണ്. നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊന്ന് പറയണേ. ഇത് തിരിച്ചിട്ടിട്ടും വേണമെങ്കിൽ നമുക്കൊരു ഷോയ്ക്ക് വേണ്ടി തിരിച്ചിട്ടാൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ആ രീതിയിൽ വേണമെങ്കിൽ സെർവ് ചെയ്യാവുന്നതാണ്.